ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൂറ്റനാടിന്റെ മണ്ണിലാണ്. ഇന്ന് നമ്മുടെ കൂറ്റനാട് ദേശീയോത്സവമാണ്. എല്ലാവർക്കും കൂറ്റനാട് ഫെസ്റ്റ് 2026 സ്വാഗതം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലേ. ലെറ്റ്സ് ഗോ. എന്തായാലും നമുക്ക് നേരെ കൂറ്റനാട് പോയോക്കട്ടെ. ഇന്ന് നമ്മുടെ കൂറ്റനാട് 7ാമത്തെ ദേശീയോത്സവമാണ്. ഏകദേശം 47 ആനകൾ ഇന്ന് നമ്മുടെ കൂറ്റനാട് വന്നിറങ്ങും കേട്ടോ. 2-3 വർഷമായിട്ട് നമ്മുടെ കൂറ്റനാട് നേർച്ചയുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇടുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഭൂരിഭാഗം പേരും നമ്മുടെ പ്രവാസികളായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു സപ്പോർട്ടും അവർ വിളിച്ചിട്ട് ഇങ്ങനെ നന്നായി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആന വന്നിറങ്ങുന്നേ ഉണ്ടാവുള്ളൂ, ആ സമയമായിട്ടുള്ളൂ. പോവല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. കൂറ്റനാട് എത്താറായിട്ടുണ്ട്. കൂറ്റനാടുക്കുള്ള ആന തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ കൂറ്റനാട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു 10 മണി 11 മണി ആകുമ്പോൾ ദേ ഇങ്ങനെയുണ്ട് ആനകൾ നിരന്ന് നിൽക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ആനകൾ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. 47 ഒറ്റയാണ് ഇപ്രാവശ്യം ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. സോ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ആനനെ അതട്ടോ അത് അവിടെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഒരുപാടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം കേട്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോഴാണ് കേട്ടോ ഈ ആന വരുന്നത് കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുള്ള് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ബ്ലോക്ക് എല്ലാം ഒഴിവാക്കുന്നുണ്ട്. ഓരോ സൈഡിൽ നിന്നും ആനകൾ ടീമുകളായിട്ട് ഇവിടെ നമ്മുടെ ഈ സെൻറ്റർക്ക് വരും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ ഇവിടെ ആയിരിക്കും നിർത്തുന്നുണ്ടാവും. എല്ലാ വർഷവും ഇവിടെയാണ് രാവിലെ ഒരു ചെറിയ ഗജസംഗമം ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇതേ അടുത്ത ആന വരുന്നു കേട്ടോ. ഇവിടെ ഒരു ആന ഇറക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിൽ ബസ് വണ്ടി കയറി. ഇത് നമ്മുടെ പാമ്പാടി സുന്ദരനാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങുന്നത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വേറെ ഒരുപാട് ആനകൾ ഇറങ്ങുന്നുണ്ടാവും ഈ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ സമയമായി ഏകദേശം ടീമുകൾ വരാം. അതായത് നല്ല വെയിലാവുന്നതിൻ്റെ മുൻപ് എല്ലാ ടീമിലെ ആനകളും ടീമേരും വന്നിട്ട് അവിടെ സെൻറ്ററിൽ കൂടും. എന്തായാലും നമ്മുടെ പാമ്പാടി സുന്ദരൻ ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്താണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടുന്ന് ബാലൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുതുപ്പള്ളി സാധു ഇതട്ടോ വരുന്നു. 3 ആനകളാണ് ഒരുമിച്ച് വരുന്നത്. നമ്മുടെ പുതുപ്പള്ളി സാധു, അക്കാവിള വിഷ്ണുനാരായണൻ, അതിൻ്റെ ബാക്കിൽ വേറെ ഒരു ആനയുണ്ട്. ഏതാ നോക്കി പോട്ടോ. 3 ആനകൾ അവിടുന്ന് ഒരുമിച്ചിട്ട് വരുന്നത്. ബാക്കിൽ ഒരു ആന കൂടി ഉണ്ട്. അതേതോ നോക്കി പോട്ടോ. നമ്മുടെ സാധു ഇതാ പോകുന്നത്. സാധു, പിന്നെ നമ്മുടെ മാമ്പിച്ചേട്ടുള്ള അക്കാവിള വിഷ്ണുനാരായണൻ, പിന്നെ ബാക്കിലൊരു ആന ഇങ്ങനെ ആടി വരുന്നുണ്ട്. അത് ഏതാ നോക്കി നോക്കട്ടെ. നമ്മുടെ അക്കാവിള വിഷ്ണുനാരായണൻ എന്താ പോകുന്നത്. കഴിച്ചിട്ട് ഏതാ നോക്കട്ടെ. ഇത് ഏതാ ആനൊന്നും ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. സോ എന്തായാലും ഇനിയിപ്പോൾ എല്ലാതും ഇവിടെ വന്ന് ഇതിപ്പോൾ ഇവിടെ ഇറക്കുന്നത് തോന്നുന്നു. നമ്മുടെ സാധുത ഇവിടെ ചിലപ്പോൾ ഇവിടെ ഇറക്കുന്നുണ്ടാവും. നോക്കി നോക്കട്ടെ കേട്ടോ, എവിടെ ഇറക്കണത് നോക്കി നോട്ടെ. ഇവിടെ വന്നേ മുതൽ ഫുള്ള് ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ നമ്മുടെ നൂലാടുമ്മൽ ഗണപതി ഇതട്ടോ പോകുന്നത്. ഒരുവിധം എല്ലാ ടീമും അത് ടീം ഇറങ്ങില്ല. ഒരുവിധം എല്ലാ ടീമിലും ആനകൾ വന്ന് തുടങ്ങി. ഓരോ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. സോ ഇനിയിപ്പോൾ എല്ലാവരും ഓരോ സൈഡിൽ നിന്നും വരുന്നുണ്ടാവും. കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അതേ നമ്മുടെ അടുത്ത നമ്മുടെ
ഭീമൻ പുതുപ്പള്ളി കേശവൻ എന്താട്ടോ വരുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ വേറെ ആന വരുന്നുണ്ട്. ഇത് ശിവൻകുട്ടി, അത് ഏത് ആനയെന്നൊക്കെ എനിക്കറിയില്ല. മുശശ്ശേരി ശിവൻകുട്ടി എന്ന് ലോറിമുണ്ട് പേര്, ഏതാണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. സോ ഇതാ നമ്മുടെ കേശവൻ വന്നിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അവിടെ ഒരു ആന വരുന്നുണ്ട്. നമുക്കിവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവരെ ടീമിലുള്ളതാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇവിടെ ഇറക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചുമ്മാ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്നൊരു ആന വരുന്നത് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ചിറക്കൽ കാളിദാസനാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇത് കേശവൻ അത് അവിടെ ഇറങ്ങുന്നിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നേരം വൈകി. കേശവൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് വരുന്നത് കാണിച്ചു തരാം. ഇവിടുന്ന് കേശവൻ നിൽക്കുന്നത് നോക്കിയേ, അടിപൊളിയില്ലേ. എന്തായാലും അത് കേശവൻ്റെ ടീം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിൽ തന്നെ വരാം. അപ്പോൾ ഞാൻ കാണിച്ചേട്ടാ, ദേ വരുന്നു. എന്തായാലും അങ്ങോട്ട് ചെന്നോട്ടെ. സുഖല്ലേ? ഇനി എന്തായാലും എല്ലാ ടീമുകളും ഇറങ്ങാൻ തുടങ്ങി, എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ആകെ ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് കയറി ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ പല ക്ലിപ്സും നമ്മളതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ചെല്ലുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഇവിടേക്ക് ഫസ്റ്റ് നമ്മുടെ സെൻറ്ററിലേക്ക് ഫസ്റ്റ് ടീം വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കൺസിഡർ. ഓക്കെ, സോ എന്തായാലും ഇനി ഓരോ പരിപാടികളായിട്ട് വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇങ്ങോട്ട് സെൻറ്റർക്ക് വരുന്ന ടീം. ഈ രണ്ട് ആനകളും, ഒന്ന് നമ്മുടെ വേമ്പനാട് അർജുനനും അതേപോലെ തന്നെ പാമ്പാടി സുന്ദരനുമാണ് കേട്ടോ. പാമ്പാടി സുന്ദരൻ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടില്ലേ. ഇപ്പം 4 പുറത്തുനിന്നും ടീമുകൾ വരാൻ തുടങ്ങിയിട്ടാ. ഇവിടുന്ന് ഇതാ രണ്ടാമത്തെ ടീം വരുന്നു. നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വീടാ. ഓക്കെ, അവിടുന്ന് വേറെയും ടീം വരുന്നുണ്ട് കേട്ടോ. ഈ ടീം നമ്മൾ കണ്ടിട്ടില്ലടാ. നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് ചെന്നു. ഇവിടെ വേറെ ടീം വന്നേക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഇവിടെ വേറെ ടീം വന്നു കേട്ടോ, മൈത്രിക്കാര്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ അടുത്ത ടീം വന്നിക്കുന്നു കേട്ടോ, കട്ടപ്പറമ്പൻ.
ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു ടീമിന്, അത് അവര് അവിടെ പോയിട്ട് തിരിച്ചു വന്നത്. ഇവിടെ എല്ലാ ആനകളും ഇനി വന്നിട്ട് അവിടെ നമ്മളെ നിരത്തി നിർത്തൂട ഗജസംഗമം ഉണ്ടാവും അവിടെ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം, അവിടെ നിന്നാലും നേരത്തെ കാണാൻ പറ്റുള്ളൂ. നേരത്തെ ആ റോട്ടിന് പോയ ആനകളൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഗജസംഗമത്തിനുള്ള സമയമായിട്ടുണ്ടാവും. ഗജസംഗമം ഉണ്ടാവുന്ന തോന്നുന്നു, ഇവിടെ നിർത്തുന്നുണ്ടാവും. ഇപ്പോൾ അതാ എല്ലാ ആനകളും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദേ ബാക്കിലതാ നമ്മുടെ കേശവനൊക്കെ വരുന്നുണ്ട്. ഗജസംഗമം ഇല്ലേ, ആനകളൊക്കെ പോകുന്നത് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ഇത് നോക്കട്ടെ കേട്ടോ. പക്ഷേ ആ ഗജസംഗമം ഉണ്ട് എന്നാട്ടോ വിചാരിച്ചു. ഗജസംഗമം ഇല്ല, കാരണം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. സോ ഞാൻ ഉണ്ട് വിചാരിച്ചു. ആനകളൊക്കെ അത് പോവുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും വൈകുന്നേരമൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും. വൈകുന്നേരമായിരിക്കും പരിപാടി ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല, ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. കേശവം കൊടുക്കും. ഇപ്രാവശ്യം എന്താ റീസൺ എന്നറിയില്ല കേട്ടോ ഗജസംഗമം. ഇനിയിപ്പോൾ വെയിൽ കൊണ്ടാണോ എന്നറിയില്ല, വെയിലിൻ്റെ പ്രശ്നം കാരണമാണോ ഗജസംഗമം ഇല്ലാത്തതെന്ന് അറിയില്ല. പക്ഷേ എല്ലാ പ്രാവശ്യവും ഗജസംഗമം ഉണ്ടാവാറുണ്ട്, അറിയില്ല. എന്തായാലും വൈകുന്നേരം വീഡിയോ വേണോ വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് പറ്റിയ ചെയ്യാം. ഉള്ള ആനകളാട്ടോ. അപ്പോൾ 4 ആനകൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ 4 ആനകളല്ലേ പോയത്. 4, 5, 6, 7, 8, 9, 10 ആനയായിട്ടാണ് തോന്നുന്നു. അവിടുന്ന് ഒരു ടീം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും രാവിലെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി എന്തായാലും നിങ്ങൾക്കറിയാലോ വൈകുന്നേരമാണ് മെയിൻ പരിപാടികൾ ഉണ്ടാവുക. വൈകുന്നേരം ഇതൊന്നുമല്ല ഇവിടുത്തെ ടീം കേട്ടോ. ആക്ച്വലി ഒന്നുമല്ല ഇവിടെ. കരിമ്പേന്നൊക്കെ ടീംസ് വരാണ്ട്, അതുപോലെ ലൈക്ക് ഒരുപാട് കിടിലൻ ടീംസ് വേറെ ഉണ്ട് വരാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു 10% നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായത് കുറച്ച് ടീമുകളെ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനി വൈകുന്നേരം കാണാം കേട്ടോ. ഓക്കെ, സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഹൈപ്പ് കണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ചിലർക്ക് വീഡിയോയുടെ അടിയിൽ, അത് ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, ബൈ.